ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. കേരളത്തിലൊരു ആവശ്യമായിട്ട് വന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഓട്ടത്തിലായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ കേരളത്തിൽ നിന്ന് ഇറങ്ങി. ഞാൻ ട്രെയിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 3rd AC ബുക്ക് ചെയ്തു. അത് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. ആദ്യം വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു, പിന്നീട് അത് കൺഫേം ആയി. ഭാഗ്യം, അങ്ങനെ യൂഷ്വലി കൺഫേം ആവാറില്ല. അപ്പോൾ മംഗള ലക്ഷദ്വീപ് ട്രെയിനിലാണുള്ളത്. ഞാനിങ്ങനെ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കാൻ ഞാൻ മാത്രമല്ല ഉള്ളത്, റൗഫുണ്ട്. ഹായ് റൗഫ്. അപ്പോൾ റൗഫ് എൻ്റെ കൂടെ വരുന്ന ഡൽഹി വരെ മാത്രമാണ് കേട്ടോ. പെട്ടെന്നൊരു പ്ലാനും ഇല്ലായിരുന്നു. പ്ലാൻ ഇല്ലാണ്ട് പെട്ടെന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫൈൻ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. 3800 രൂപ ഫൈൻ കൊടുത്തു. ഫൈൻ മാത്രമായിട്ട്, പെനാൽറ്റി കൂടെ ചേർത്താണ്. കാരണം എനിക്ക് കൺഫേം സീറ്റാണ്, പക്ഷെ അവന് കൺഫേം സീറ്റ് അല്ലാത്തതുകൊണ്ട് ലോക്കൽ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് പിന്നെ ഇത്രയും ഫൈനും കൊടുത്ത്. നല്ലതായി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ACൻ്റെ അത്രയും പോകുന്ന അത്രയും ചാർജായി. ഞാൻ ലാഭം നോക്കിയതാ അല്ലേ. ഫ്ലൈറ്റിൽ പോയാൽ അത്രയും പൈസ ആവൂലായിരുന്നു. ഫ്ലൈറ്റിൽ പോയിരുന്നെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ടിക്കറ്റും അവൻ്റെ ടിക്കറ്റും അതും പ്ലസ് അവന് തിരിച്ച് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ വെയിറ്റ് ലിസ്റ്റാണ്, പക്ഷെ കൺഫേം ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഫുഡ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ 650 രൂപയായി ഒരു നേരം. അപ്പോൾ അങ്ങനെ മൊത്തം എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ ഫ്ലൈറ്റിൻ്റെ ഇരട്ടിയായിട്ടുണ്ട് ഇപ്പോൾ ചിലവ്. പിന്നെ ഇതെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മളപ്പോൾ ഫ്ലൈറ്റ് എടുത്തിട്ട് വേണം പോകാൻ. കാരണം ഡൽഹിയിൽ നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ്. പക്ഷെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കൊച്ചിയിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര റേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് നോക്കിയത്. കൊച്ചി നോക്കുമ്പോൾ 36 ഒക്കെ വരുന്നുണ്ടായി. ഇവിടെ പോകുന്ന വഴി നോക്ക് കേട്ടോ, മുംബൈ ആ ഒരു സ്ലം ഇത് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കേരളം എത്രത്തോളം ഇതാന്ന് ഇങ്ങനെ ഇവിടെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവല്ലേ. വീട് പറന്നു പോവാത്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ഫുള്ള്, അത്ര സ്പേസ് ഉള്ളൂ. അവരെ കൺജസ്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. എങ്ങനെയുണ്ട് ACയിലെ ജേണി, ലോങ് ജേണി? AC ലോങ് ജേണി ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം ACയിൽ ട്രാവൽ ചെയ്യുമ്പോ ട്രെയിൻ ട്രാവൽ ആയിട്ട് തോന്നല്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ ഇന്നലെ വെള്ളം മേടിക്കാൻ വേണ്ടി അപ്പുറത്തെ സ്ലീപ്പറിൽ പോയ സമയത്ത് എനിക്ക് എന്തോ പോലെ പോയി. പെട്ടെന്ന് ACന്ന് അങ്ങാട് പോയ സമയത്ത് എന്തോ വേറൊരു ലോകമാണ് അതിന്റെ അപ്പുറത്ത്, ഇപ്പുറത്തോട്ട് വേറെ ലോകം. അപ്പൊ ഇതിന് ജനറലി പോയ എന്തായിരിക്കും അവസ്ഥ? ഹാൻഡ്സ് ഓഫ്. സത്യം സീനാണ്, ഭയങ്കര സീനാണ്. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്, നമുക്കൊന്നും അറിയുന്നില്ല. പിന്നെ ഇന്നിപ്പോൾ അധികം തിരക്കില്ല, ഇവിടെയൊക്കെ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. കുറച്ച് നേരത്തെ പൻവേലെത്തിയ സമയത്ത് എല്ലാവരും ഇറങ്ങിപ്പോയി. അപ്പോൾ പൻവേലിൽ കുറേ പേര് അതുവരെ ഉണ്ടായിരുന്നു, എന്നാലും കൺജസ്റ്റഡ് ഒന്നും ആയിരുന്നില്ല. ഇവിടെ ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. പക്ഷെ ദിബ്രുഗറിൽ പോയ ACയിൽ വരെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇതിൽ മംഗളയിൽ കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. കല്യാൺ സ്റ്റേഷൻ എത്തിയെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. സ്ലോ ആയിട്ടുണ്ട് ട്രെയിന്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഈ റെയിൽവേൻ്റെ തന്നെ ആപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് PNR വെച്ചിട്ട് ഇതാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഫുഡ് ഇവർ ഇവിടെ കൊണ്ടുവരും. ഞാൻ ഹൈദരാബാദി ദം ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ള 2 എണ്ണം. നോക്കി നോക്കാം. അവർ കറക്റ്റ് M2 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് നമ്മൾ, കോച്ചിലാണ് നമ്മൾ. അല്ല, ബൊംബിലിയോ അങ്ങനെ ഏതോ സ്റ്റേഷനാണുള്ളത്. ചെറിയ സ്റ്റേഷൻ, അവിടെ സ്റ്റോപ്പില്ലെന്ന് തോന്നുന്നു നമുക്ക്. ഇത് ആ ലോക്കൽ ട്രെയിൻസ് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതാണ് ഇത്രയും തിരക്ക് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം നമ്മുടെ എത്താറായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ലോക്കൽ ട്രെയിൻസ് അറിയാലോ, ഒടുക്കത്തെ തിരക്കായിരിക്കും. വൈകുന്നേരം ആണെങ്കിൽ ഒരു നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പോലും പറ്റൂല. അതറിയോ, സീനാണ്, നല്ല ടാസ്കാണ്. വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഉണ്ടോ അപ്പുറമുള്ള ഇവിടെ തന്നെ ഫുള്ള് തിരക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഫൈൻ കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് കൺഫേം സീറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു കൺഫേം സീറ്റ് എൻ്റെ ഓൾറെഡി കൺഫേം ആയിരുന്നു, പക്ഷെ അവൻ്റെയും കൺഫേം ആക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ സ്ഥലത്തൊക്കെ നല്ല ഗ്രീനറി ആയിട്ട് നമുക്ക് കാണാം. പോകുന്ന വഴിക്ക് ഞാൻ അടുത്ത് കാണാം. ഈ ഒരു മഴക്കാലത്ത് ഫുൾ അടിപൊളിയായിരിക്കും കാണാൻ മഹാരാഷ്ട്ര. ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ട് തോന്നിയിട്ട് മതി കണ്ടോ, ഇത്രയുള്ളത്. ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ടോ നോക്ക്. കണ്ടിട്ട് ഹൈദരാബാദി ബിരിയാണിയാണ് കേട്ടോ. ഒരു ബിരിയാണിക്ക് തന്നെ 350 രൂപ വരുന്നുണ്ട്. നല്ലതായിരിക്കും തോന്നുന്നു. 200 രൂപയ്ക്കൊക്കെ ബിരിയാണി ഉണ്ടായി. അല്ലല്ലേ, 200 രൂപയ്ക്കൊക്കെ ബിരിയാണി ഉണ്ടായിട്ട് ഞാൻ മേടിക്കാണ്ട് വില കൂടി ബിരിയാണി മേടിച്ചാണ്. എൻ്റെ അമ്മോ നോക്കിയേ, വാവ്, അമേസിങ്, ഒന്നും പറയാനില്ല. ഈ ഒരു ടൈമിൽ മഹാരാഷ്ട്ര കാണണം, ഭയങ്കര അടിപൊളിയാണ്. ഗ്രീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്
അപ്പുറം പച്ചപ്പാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഞാനിത് AC കോച്ചിലിരുന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് ക്ലാരിറ്റിയോട് കൂടി കാണുന്നില്ല. ചില്ലെല്ലാം ഫുൾ കവറായിട്ടിരിക്കുമല്ലേ. ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ലപോലെ കിടന്നുറങ്ങി. പക്ഷെ ഇതിൽ ചെറിയ സീറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് കാലൊക്കെ നിലത്ത് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. റൗഫ് ഇതുവരെ എണീച്ചിട്ടില്ല. സമയം 12 മണിയായിട്ടുണ്ട്. നമ്മൾ ലേറ്റായിട്ടാണ് കിടന്നത്. 2 മണിയൊക്കെ ആയി കിടന്നപ്പോൾ. കാരണം നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നു. കണ്ടോ ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. എൻ്റെ സീറ്റിലാണ് അവൻ കിടക്കുന്നത്. അവൻ അവിടെയുള്ള അവൻ ഉറങ്ങുക മുകളിലാണ് കിടക്കുന്നത്. ഇവിടെ നോക്ക് ചെറിയ സ്പേസാണ്. യൂഷ്വലി മറ്റേ ബ്ലൂ കളറിൽ സീറ്റുള്ള സമയത്ത് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാവും. ഇത് നടക്കാൻ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് ഇപ്പം എത്തും. 1:45 സമയത്ത് ഹസ്രത്ത് നിസാമുദ്ദീനിലെത്തും. അവിടെ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു റൂമെല്ലാം എടുത്ത് നോക്കണം. നാളെയാണ് എനിക്ക് ഫ്ലൈറ്റ്. നാളെ മോർണിംഗ് ആണ്. സോ അവിടെ എത്തിയിട്ട് വേണം നോക്കാനായിട്ട്. ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മോർണിംഗ് അല്ല, ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് റൂം എടുത്ത്. ഇവിടുത്തെ ചൂട് എങ്ങനെയുണ്ട്? എക്സ്ട്രീം എന്ന് പറയുന്നത്. പക്ഷേ ചൂട് നമ്മളെ നാട്ടിൽ സത്യമായ ചൂടില്ല. ഇപ്പം രാത്രി ഒരു 10:30 ആയിട്ടുണ്ട്. 10:45 ഈ ടൈമിൽ തന്നെ നല്ല ചൂടാണ്. AC ഉള്ള റൂമാണ് നമ്മൾ എടുത്തത്. ആ റൂം എടുത്തില്ലായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയല്ലേ. എക്സ്ട്രീം ആയിട്ട് നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാ. ഉച്ചക്ക് നമ്മള് ബിരിയാണി കഴിച്ച് അത് വീഡിയോ എടുക്കാനുള്ള അവസ്ഥയല്ലായിരുന്നു. ക്ഷീണിച്ചു ടയേർഡായി. അയ്യോ ആലോചിക്കുമ്പോ അത്ര ടെൻഷൻ. ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞൊന്ന് സെറ്റായിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഈവനിങ് പിന്നെ പുറത്തിറങ്ങി ചെറിയ ഷോപ്പിങ്ങിന്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ബട്ടർ നാനും പിന്നെ ഫുൾ ചിക്കൻ മേടിച്ചു കേട്ടോ. ഫുൾ ചിക്കൻ ഇവിടെ 400 ഉള്ളൂ. നമ്മുടെ നാട്ടിലാണ് ഒരു 500 എന്തായാലും. 500 ഇവിടെ അപ്പം ചീപ്പാണ്. ഒരു റൊമാലിയും ഒരു ബട്ടർ നാനും ഒരു ഇതുമാണ് കഴിച്ചോ. വിശന്നിട്ട് ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ലുക്സ് യമ്മി. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ചൂടുണ്ട് അല്ലേ. ആ നമ്മൾ റോട്ടിന്ന് ഇതേപോലെ നിന്നാ കഴിച്ചല്ലേ. ശരിയാ, അന്നും തന്തൂരി ചിക്കൻ തന്നെ പറഞ്ഞു. അത് ഇതേ ലുക്കായിരുന്നു. മെമ്മറീസ് ബ്രിങ് ബാക്ക്. അടിപൊളി. ഗുഡ് മോർണിംഗ്. ഞാനിത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഊബർ വിളിച്ചിട്ട് ഞാനിത് ബാക്ക് പാക്കൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ ബോയ് ഫ്രണ്ട് പോയി, റൗഫില്ല. അവരെന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവന് തിരിച്ചു പോകണമെങ്കിൽ ഞാൻ എന്തായാലും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ അവൈലബിലിറ്റി നോക്കിയ സമയത്ത് ആകെ രാവിലെ ഉള്ള മംഗളയ്ക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മൾ വന്നത് മംഗളയിലായിരുന്നു. അപ്പോൾ അത് രാവിലെ 5:30 നിസാമുദ്ദീൻ എന്നാണ്. അപ്പോൾ അതിൽ അവനെ ഞാൻ കയറ്റിവിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല. ഞാൻ അവിടം വരെ ഞാൻ ഊബർ ബുക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ പോവാണ് ചെയ്തത്. ഇതിപ്പോൾ ഇരട്ടി നഷ്ടമാവാണ് ചെയ്തത്. ഫുള്ള് ഞാൻ കുറേ ഫ്ലൈറ്റ് എടുക്കുന്നതിന് പകരം അവിടെ റൂം എടുത്ത് താമസിച്ച് അവിടെ 1500 രൂപയായി റൂമിന്. പിന്നെ ഫുഡ്, ബാക്കിയുള്ള ചിലവ് എല്ലാം കൂടെ ലാഭം നോക്കിയതാണ്. ഫ്ലൈറ്റ് എടുത്തിരുന്നെങ്കിൽ ഒരു 10 രൂപയെ വരുമായിരുന്നല്ലോ. 10,000 അതിൻ്റെ ഇരട്ടി ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, എക്സ്പീരിയൻസ് അതെന്നെ ലേൺ ചെയ്തിന്ന് എന്ത് മനസ്സിലാക്കാം. അടുത്ത വട്ടം ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോവുകയാണെങ്കിലോ അവിടെ നിന്ന് വരികയാണെങ്കിലോ ഫ്ലൈറ്റ് തന്നെ എടുക്കണം. പൈസ നോക്കിക്കഴിഞ്ഞാൽ പൈസ ഇരട്ടി നഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ പോയി ഞാനിപ്പിനി സോളോ ഇൻ്റർനാഷണൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ മച്ച് എക്സൈറ്റഡ്. കാരണം ഞാൻ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് അഫ്ഗാനിസ്ഥാൻ പോവാന്നുള്ളത്. ഇപ്പം ഞാൻ അഫ്ഗാനിസ്ഥാൻ പോണതിന് മുന്നേ ആദ്യം ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് പോകുന്നത്. ഉസ്ബെക്കിസ്ഥാൻ്റെ വിസയാണ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ മുന്നേ പോയിട്ടുണ്ട്. പക്ഷേ കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷെങ്കൻ വിസ, US വിസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 7 days നമുക്ക് ഫ്രീ വിസ കിട്ടും. അത് ഫ്ലൈറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കിർഗിസ്ഥാനിലേക്കുള്ള ഫ്ലൈറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് കിർഗിസ്ഥാനിലേക്ക് അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഫ്യൂ ഹവേഴ്സിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങൂലായിരിക്കും. ഉസ്ബെക്കിസ്ഥാനിൽ തോന്നുന്നു കുറച്ച് മണിക്കൂർ എനിക്ക് അവിടെ ഉണ്ട്. നോക്കാം, ലെറ്റ്സ് സീ. അവിടെ എത്തിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കിർഗിസ്ഥാനിൽ നാളെ രാവിലെ എത്തുള്ളൂ. നാളെ രാവിലെ 3 മണിക്ക്, വെളുപ്പിന് 3 മണിക്കാണ് ഞാൻ കിർഗിസ്ഥാനിൽ എത്തുള്ളൂ. കിർഗിസ്ഥാനിന് പിന്നെ ഞാൻ വിചാരിക്കുന്നു ബൈ റോഡ് വീണ്ടും ഉസ്ബെക്കിസ്ഥാനിൽ കയറി തജിക്കിസ്ഥാൻ്റെ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ തജിക്കിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്ത് പിന്നെ വീണ്ടും അഫ്ഗാനിസ്ഥാൻ എൻ്റർ ചെയ്ത്
ചിലപ്പോൾ ഇറാന് പോവും, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ കയറിയിട്ട് അവിടുന്ന് വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് പോവും. അങ്ങനെയാണ് നിലവിലെ പ്ലാന്. എന്താണെന്നറിയില്ല. എന്തായാലും അഫ്ഗാനിസ്ഥാൻ പോകാൻ വേണ്ടിയിട്ട് റിയലി 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 എക്സൈറ്റഡ് ആണ്. എന്താവും എങ്ങനെയാവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഒറ്റയ്ക്കാണ് പോകുന്നത്, സോളോ ആയിട്ടാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നത്. എന്താവും എനിക്കറിയില്ല. ഇത്രയും നാൾ ഞാൻ പോവാതിരുന്നു. ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക്കാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ. പക്ഷെ റിസ്ക് ഉണ്ടോ ഇല്ലെന്ന് അവിടെ പോയി തന്നെ നോക്കാം. എന്തായാലും എനിക്ക് ഈ ലോകത്തെ എല്ലാ കൺട്രീസും വിസിറ്റ് ചെയ്യണം. അപ്പം എന്തായാലും പോയി നോക്കിയല്ലേ പറ്റുള്ളൂ. സോ ലെറ്റ്സ് സീ. ഞാനിത് എയർപോർട്ടിലെത്തി, ചെക്കിനൊക്കെ കഴിഞ്ഞു. ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസ് ആണ് കേട്ടോ, അതിലാണ് പോകുന്നത്. ഞാൻ വിൻഡോ സീറ്റ് ചോദിച്ച് മേടിച്ചു. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവൈലബിൾ ആണെങ്കിൽ തരും. മിക്ക സമയത്ത് എനിക്ക് കിട്ടാറുണ്ട്. ആദ്യം അവർ വേറെ ഏതോ സീറ്റാണ് തന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് വിൻഡോ സീറ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. 5 minutes വെയിറ്റ് ചെയ്തു, അങ്ങനെ കിട്ടി. സോ ഞാനിതാ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണമെന്ന് ഞാൻ ആലോചിക്കണേ. എൻ്റെ കയ്യിൽ ആപ്പിളുണ്ട്, അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിൽ അത് കഴിച്ചിട്ട് വിശപ്പ് മാറ്റാം. പക്ഷെ നാളെ രാവിലെ ഞാൻ എത്തുള്ളൂ, അതായത് 11-ാം തീയതി വെളുപ്പിനെ ഞാൻ എത്തുള്ളൂ. അപ്പോൾ അത്രയും ടൈമിന് ആ ഫുഡ് കഴിക്കാണ്ട് എന്തായിരിക്കണേ. കുറച്ച് സ്നാക്സ് മാത്രമായിട്ട് നിൽക്കണോ, വേറെ എന്താ കഴിക്കുക? നോട്ടെ ഓൺ ദ വേ എന്തെങ്കിലും കഴിക്കണോ എന്ന് നോക്കിയിട്ട്. കുറേ ഷോപ്സ് ഉണ്ട്, ഷോപ്സെല്ലാം ഞാനിങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുക. ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ഓരോന്ന് മേടിക്കാൻ തോന്നും. ഉണ്ടാ നോട്ടെ. Hi Songkai, how are you? Hello, I'm doing very well. Such a pleasure to meet you. Yeah, me too. പുള്ളിക്കാരൻ ടഷ്കനിലേക്കാണ് പോകുന്നത്. You are also going to Tashkent. Yes. You are from Manipur. You are going to Tashkent, and you are English teacher. Yeah, nice to meet you. And from Tashkent, I'll be traveling to Bukhara. Yeah, Bukhara. By train. Yeah, I know. So നമ്മളിത് ഇവിടെ പരിപ്പുവട കഴിക്കണം. പക്ഷെ പരിപ്പുവട, we call this പരിപ്പുവട. Paripora. Yeah, in my language, Malayalam. പരിപ്പുവട, but the taste is really different. Yeah. Next time I'll try the real one. It's cost just like 10 rupees in my place. Oh, Here is 300. this is airport. No? Yeah. It's expensive inside. It's Yeah, you like it, but I know the real taste, so it's not much good. Okay ആണ്. ഇത് 300 രൂപയായിട്ടോ. ഇതിൽ ചെറുത് 4 ഉണ്ട്. ഞാൻ 4 ഉണ്ടെന്ന് വിചാരിച്ചില്ല, 2 ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരെണ്ണം 2 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് 150, അങ്ങനെ 300 രൂപയായി. 300 രൂപയ്ക്ക് ഞാൻ പരിപ്പോട് വാങ്ങി കഴിക്കാൻ ടേസ്റ്റ് ഇല്ല, വിശന്നിട്ട് വയ്യ. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചത്. ടേസ്റ്റ് ഇല്ലാത്ത പരിപ്പോട് വയ്ക്കുന്നത്. യു ആർ ട്രൈങ് ദിസ് ഫസ്റ്റ് ടൈം? Oh, okay. So you don't know the real taste, so it's okay for you. It's but okay for me. But it's not okay for me. ഞാൻ കോഫി ഒന്നും കുടിക്കാത്തതുകൊണ്ട് പിന്നെ അത് കുടിക്കുന്നില്ല, ഇത് കഴിക്കാം. ഞാനത് അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. എൻ്റെ അമ്മ നല്ല ചൂട് കേട്ടോ. ഡൽഹിയിലെല്ലാം നല്ല ചൂടാണ്. ഞാൻ വരുന്നതിൻ്റെ ഒരു 4 days മുന്നേ ഇവിടെ ഫ്ലഡ് ഉണ്ട് എന്നൊക്കെ കേട്ടു. പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും ഫ്ലഡും ഇല്ല, മഴയില്ല, ഒന്നുമില്ല. ഭയങ്കര ചൂട് മാത്രം, ഒടുക്കത്തെ ചൂടാണ്. ഇത് AC ഇവർ ഓണാക്കിയിട്ടുണ്ട് തോന്നുന്നു, പക്ഷെ വന്നു തുടങ്ങിയിട്ടില്ല. നല്ല ചൂട്, എല്ലാവർക്കും നല്ല ചൂട് എടുക്കുന്നുണ്ട്. ഇത് വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്ര വലിയ ഫ്ലൈറ്റാണ്. ലൈക്ക് ഇവിടെ 2 സീറ്റ്, അവിടെ 3 സീറ്റ്, അതിനപ്പുറം 2 സീറ്റ്, അത്രയും വലുതാണ് കേട്ടോ. ഓക്കെ, ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസ്, അതിലാണ് ഞാൻ പോകുന്നത്. ഇതിലിപ്പോൾ AC ഒന്ന് ഇട്ട് സെറ്റായാലേ എനിക്ക് പറ്റുള്ളൂ. ഓ എൻ്റെ അമ്മ ചൂട്. അവിടെ നോക്ക്, ഇവിടുത്തെ ഏതോ ഭാഷ, ഉസ്ബെക്കിസ്ഥാൻ ഭാഷയിലാന്ന് തോന്നുന്നു. ചിക്കിഷ് എന്ന് എഴുതിയേക്കുന്ന എക്സിറ്റിന്. നമുക്ക് നല്ല സാധാരണ എക്സിറ്റിന് മാത്രമല്ലേ കാണാറുള്ളത്. ഞാൻ നേരത്തെ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അയ്യോ വിശന്നിരിക്കണം എന്നൊക്കെ. ഇതിൽ ഫുഡ് ഉണ്ട്, പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇതിൽ ഫുഡ്സ് എല്ലാം അവൈലബിൾ ആണെന്നുള്ളത്. ചെറിയ ഫ്ലൈറ്റാണെന്ന് വിചാരിച്ചു, പക്ഷെ വലിയ ഫ്ലൈറ്റായിരുന്നു. അതുകൊണ്ട് ഗുലാബ് ജാമുൻ, ദഹി ഉണ്ട്, പിന്നെ ചിക്കനാണ്, നോൺ വെജ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പൊട്ടാറ്റോ സാലഡ്, ഫ്രൂട്ട്സ് ഉള്ളത്, സാലഡ് ഉണ്ട്. ഇത്രയും ചീസ്, ബട്ടർ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് വെറുതെ എൻ്റെ 300 രൂപ പരിപ്പോടേക്ക് കളഞ്ഞതാണ് എൻ്റെ വിഷമം. ഫൈനലി ഞാനിത് ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഉസ്ബെക്കിസ്ഥാൻ. എൻ്റെ ഒപ്പം എന്തൊരു വെയിലാണെന്നറിയോ? വൈകുന്നേരം ഇപ്പോൾ ഒരു 4:15 4:15 പൊള്ളുന്ന വെയിലാണ്. അപ്പോൾ ഇവിടെ സമ്മർ സീസണാണ്. ഇത്രയും വെയിലുണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സീരിയസ്ലി ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യും? ഇപ്പം എനിക്ക് തോന്നുന്നു 46 ഡിഗ്രി കൂടുതലുണ്ട്. എക്സ്ട്രീം ഹീറ്റ്.
നല്ല പണിയായിരിക്കും കേട്ടോ ട്രാവൽ ചെയ്യാനായിട്ട്. നല്ല ഹീറ്റ് എക്സ്ട്രീം. Okay, bye bye. We will see you in summer. I don't know from where. Yeah, me too. അപ്പോൾ പുള്ളിക്കാരി ഇവിടുന്ന് ട്രെയിൻ എടുത്ത് വേറെ സിറ്റിയിലേക്ക് പോവാണ്. അപ്പം ഞാൻ പുള്ളിക്കാരുടെ കൂടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാൻസിറ്റ് എടുക്കാണ്ട് എക്സിറ്റ് ചെയ്തു. ലൈക്ക് ഓൾറെഡി എനിക്ക് വിസ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റാമ്പ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തു. ഇനി ഡിപ്പാർച്ചർ ആ സൈഡിലെങ്ങാണ്ട് ഒന്നു നടന്നിട്ട് പോയിട്ട് വേണം എനിക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷെങ്കൻ വിസ US വിസ ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസിറ്റ് വിസ കിട്ടും 7 ദിവസത്തിന്, അങ്ങനെയും പോവാം. പക്ഷെ ഞാൻ ഓൾറെഡി പുള്ളിക്കാരുള്ളതുകൊണ്ട് വിസ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഒടുക്കത്തെ ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഭയങ്കര ചൂട്. ഇനിയിപ്പോൾ അധികം ദൂരം ഇല്ലെന്ന് തോന്നുന്നു, ഡിപ്പാർച്ചറിലേക്ക് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ വിചാരിക്കുന്നു. ബാഗൊക്കെ ഭയങ്കര വലുതാണ് പുള്ളിക്കാരിൻ്റെ. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പഠിപ്പിക്കുന്നതുകൊണ്ട് ഇനി 1 ഇയറിന് നാട്ടിൽ പോയില്ലെന്ന് പറഞ്ഞിട്ട് ഫുൾ ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞ ടാക്സി കേട്ടോ, അതൊരു ടാക്സിയാണ് നമ്മുടെ ഊബർ പോലത്തെ. അതാണ് ഇവിടുത്തെ ഏറ്റവും അഫോർഡബിളും ചീപ്പസ്റ്റും ആയിട്ടുള്ള സംഭവം. അതിലാണ് പോകുന്നത്. അതിൽ പോവുകയാണെങ്കിൽ ബെറ്ററാണ്. ഓക്കെ, ബൈ 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 ബൈ, ടേക്ക് കെയർ, ബൈ ബൈ, ടെക്സ്റ്റ് മീ, ബൈ ബൈ. ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അപ്പുറത്തേക്ക് നടന്നു പോട്ടെ കേട്ടോ. പുള്ളിക്കാർക്ക് ഇനി ഇവിടെ നിന്ന് ഒരു 5 hours എന്തോ ചെയ്യണം അടുത്ത സിറ്റിയിലേക്കെല്ലാം. ട്രാൻസിറ്റ് എടുത്താൽ മതിയായിരുന്നു, അതാണ് AC-ൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം. ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് ഞാൻ നടന്നു പോകും. അവിടെ എത്തുമ്പോഴേക്ക് ഞാൻ കരിയും തോന്നുന്നുണ്ട്. അയ്യോ, ഞാൻ എങ്ങനെ ട്രാവൽ ഇത്ര ചൂടാന്ന് ഞാൻ ആലോചിച്ചില്ല കേട്ടോ. ഞാൻ ഏതോ മൈൻഡിലാണ് ഈ കൺട്രീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയത്. ബിഷ്കേക്ക് കിർഗിസ്ഥാനിൽ ഇത്രയും ചൂടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലെറ്റ്സ് സീ, ഒരു ഐഡിയ ഇല്ല. നല്ല ചൂടുണ്ട് ഇവിടെ. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്, ഒരു 500 മീറ്റർ കൂടി ഉണ്ട്. ഞാനിവിടെ കുറേ മണിക്കൂറുകളായിട്ട് പോസ്റ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നോക്കുക, എല്ലാവരും സൈഡിൽ നിലത്തൊക്കെയാണ് ഇരിക്കുന്നത്. ഭയങ്കര ചെറിയ എയർപോർട്ടാണ്, ഇരിക്കാൻ പോലും സ്ഥലമില്ല. വൈഫൈ ആണെങ്കിൽ ഭയങ്കര സ്റ്റേബിളേ അല്ല. സ്റ്റേബിളായിട്ട് നമുക്ക് കാണാനേ പറ്റില്ല. എന്നെപ്പോലെ അതേ കുറേ ബാക്ക് പാക്കേഴ്സിനൊക്കെ ഇവിടെ കാണാം. ഇപ്പോൾ സമ്മർ ആവുകൊണ്ട് മൗണ്ടെയ്ൻസിലൊക്കെ ട്രക്കിങ്ങിന് ഇവിടെ കുറേ പോകുന്നത് കാണാം, എസ്പെഷ്യലി കിർഗിസ്ഥാനിലെല്ലാം. സോ എൻ്റെ ചെക്ക് ഇൻ ടൈം ഇനി ആയിട്ടില്ല, ഇനിയുണ്ട് 3 മണിക്കൂറിൽ കൂടുതൽ. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, സ്ഥലമില്ല. ഇപ്പോൾ ഈ കാണുന്ന ഫ്രീ സ്ഥലമൊക്കെ ഓൾറെഡി ഇതിൽ ആൾക്കാരുള്ള സ്ഥലങ്ങളാണ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ലൈക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അവിടെയും ഇവിടെ എല്ലാവരും ബാഗൊക്കെ നിലത്തിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ബിസി എയർപോർട്ടും ഒരുപാട് ആൾക്കാരും ക്രൗഡഡും, പക്ഷേ എന്താണ് അതിനുള്ള ഫെസിലിറ്റീസും ഇല്ല. അതാണ് അവസ്ഥ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഭയങ്കര റഷാണ്. അയ്യോ, എത്ര നേരം ഞാൻ ഇരിക്കുന്നത് അറിയാം, പോസ്റ്റ് അടിച്ച്. ഇവിടെ നെറ്റാണെങ്കിൽ ഒരു പാസ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ഇതായി കഴിഞ്ഞാൽ ആ ഒരു പാസ്പോർട്ടിൽ 90 മിനിറ്റ്സ് കിട്ടുള്ളൂ. ആ 90 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാൻ പറ്റില്ല. അതായത് ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ വേറെ പാസ്പോർട്ട് വെച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. വൈഫൈയും കിട്ടൂല. എല്ലാം കൂടെ വട്ടുപിടിച്ച് എനിക്ക് ഇവിടെ ഇരുന്ന്. ഞാൻ നോക്കി ഇവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ മതിലിനോട് ചേർന്ന് വെച്ച് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ചെറിയ സ്പേസ്. അവിടെയാണ് ഇരിക്കുന്നത്. ബാഗ് ഞാനിതാ താഴെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ബാഗ് കൂടെ വെച്ചിട്ട് ബാഗിൽ വേണേ ഇരിക്കാം, ഇതിൽ വേണേ ഇരിക്കാം. ഞാൻ ബാഗിൽ കുറച്ചേരം ഇരുന്ന് ഇതിൽ കുറച്ചേരം ഇരുന്ന് നിലത്ത് വെച്ചേക്കുന്നത്. വെള്ളം പോലില്ല. അതായത് വെള്ളം റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഞാനാണെങ്കിൽ എപ്പോഴും എൻ്റെ ഈ 2 ലിറ്ററിൻ്റെ വെള്ളം ഫുള്ളായിട്ടുണ്ടാവും. ഈ പ്രാവശ്യം മാത്രം ഞാൻ വെള്ളം എടുത്തിട്ടില്ല എൻ്റെ കഷ്ടകാലത്തിന്. അതുകൊണ്ട് വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ എൻ്റെ ബാഗിൻ്റെ സൈസ് കൂടുതലാണ്, അവർ ചെക്ക് ഇൻ ചെയ്യണം എന്ന് പറഞ്ഞു. ക്യാബിനായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സീനാക്കി. അപ്പം ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് മാറ്റിട്ടിട്ട് ബാഗ് ചെറുതാക്കാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് വാഷ്റൂം തപ്പണം. എൻ്റെ കയ്യിൽ പർദ്ദയൊക്കെ ഉണ്ട്, കാരണം അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് പർദ്ദയൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും. സോ ഞാൻ പർദ്ദയെല്ലാം ഇപ്പോൾ ഇടാൻ വേണ്ടി പോവാം. എല്ലാ ഡ്രസ്സും എടുത്ത് ഇടാൻ വേണ്ടി പോവാം. നോക്കട്ടെ ബാഗ് ചെറുതാക്കാൻ പറ്റുമെന്ന്. ചെറുതാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ലെറ്റ്സ് വാഷ്റൂം എവിടെ. അങ്ങനെ എന്താ പർദ്ദയൊക്കെ ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പർദ്ദ ഇട്ട ബാക്ക് പാക്കർ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എനിക്കെന്നെ ചിരി വരികയാണ്. ആൾക്കാരൊക്കെ എന്നെ നോക്കാം, ബാക്ക് പാക്ക് ഇട്ടിട്ട് പർദ്ദയും അങ്ങോട്ട് മാച്ച് ആവണില്ലല്ലോ എന്ന്. എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഡ്രസ്സാണ്, കുറേ ഡ്രസ്സ് ഉള്ളിലിട്ടിട്ടുണ്ട്. അയ്യോ, എവിടെയാണ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടാണോ വഴി? ഏതാണ് വഴി നോക്കട്ടെ. അതൊക്കെ കണ്ണ് കാണല്ല, ഇത് പകുതി കവറായിട്ടാണ് നിൽക്കുന്നത്. കൊള്ളാം. അവിടെ എത്തിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ എത്തിയിട്ട് ഇടാൻ വെച്ച ഡ്രസ്സ് ഉസ്ബെക്കിസ്ഥാനിനെ ഇടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എല്ലാം കഴിഞ്ഞ് ഞാനിത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ.
ഇതിട്ടിട്ട് എനിക്ക് എന്തോ ഒരു ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ കുറേ ഡ്രസ്സ് ഇരിക്കല്ലേ, പർദ്ദ മാത്രം ഇടാണെങ്കിൽ കുഴപ്പമില്ല, ഉള്ളിൽ കുറേ ഡ്രസ്സ് ഇട്ടുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ 8000 സംതിങ്ങിനാണ് ചെക്കിൻ ബാഗ് വെക്കേണ്ടി വന്നേനെ. അത്രയും പൈസ ലാഭിച്ച് ഞാൻ. എന്തായാലും ഞാൻ വിചാരിച്ചത് ഒരു 13 കിലോ 12 കിലോ ഉണ്ട് ചെക്കിൻ ബാഗ് ക്യാബിൻ ബാഗ് എന്നുള്ളത്. പക്ഷേ 8 കിലോനെ ഉണ്ടായുള്ളൂ. കണ്ടോ 8 കിലോൻ്റെ സാധനം അവർ ഒട്ടിച്ചെന്നേക്കുന്നത്. ക്യാബിൻ ബാഗേജ് 8 കിലോ എന്നും പറഞ്ഞിട്ട് 8 കിലോ ആക്കി. 5 കിലോൻ്റെ മേത്ത 13 കിലോ എൻ്റെ 13 കിലോ എൻ്റെ കയ്യിലും. പിന്നെ ചെറിയ ബാഗില്ലേ, ചെറിയ ബാഗിൽ എത്ര കിലോനാ 3 കിലോന് അത്രയും ഉണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ വൈഫൈ ഒന്നും കിട്ടണില്ല. ഇത് കഷ്ടമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറക്കം വരിക. ഇന്നലെ ഒന്നും ഉറക്കം ശരിയായിട്ടില്ല. കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ. നല്ല ടയേർഡാണ്. അവിടെ എത്തിയിട്ട് വേണം സിം എടുക്കണം, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഫൈനലി ഞാനെന്താ കിർഗിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു കിർഗിസ്ഥാൻ. ബിഷ്കേക്കിലെത്തിയിട്ടുണ്ട്. ഉറക്കം വന്നിട്ട് കിളി പോയിട്ടാണ്. ഒന്നുറങ്ങി വന്ന് അപ്പോഴേക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത്. ഇപ്പം അങ്ങോട്ട് പോകണം. വിസേൻ്റെ എന്തോ ഇവിടെ ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ. എക്സ്ട്രീം ടയർ. ഇമിഗ്രേഷൻ കഴിഞ്ഞതേ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് എല്ലാവരും സിമ്മാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ സിം എടുക്കാൻ വേണ്ടി പോയതാണ്. ബി ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്മുണ്ട്, മെഗാ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്മുണ്ട്. ഇവിടെ എനിക്ക് അറിയുന്ന കുറച്ച് മലയാളി പിള്ളേരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ മെഗാണ് ബെറ്റർ എന്ന് പറഞ്ഞു, ലൈക്ക് വില്ലേജസ് ഒക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ ദേ അവരെൻ്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. നമ്മളെ ഇന്ത്യൻ റുപ്പിയായിട്ട് ഏകദേശം സിമിലറാണ്. അതായത് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞ $1 എന്ന് പറയുന്ന സമയത്ത് 80 സംതിങ് അങ്ങനെ കണ്ടു വരുന്നു തോന്നുന്നു. നമ്മളെ നാട്ടിൽ 95 അല്ലേ $1 വരുന്നത്. അതുപോലെ ഇവിടെ 85 or 90 എന്തോ വരുന്നത്. അത്ര ആ ഒരു ഡിഫറൻസാണ് ഉള്ളത്. സോ ഇത് അൺലിമിറ്റഡ് ആണ്. പക്ഷെ കണ്ടോ സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. ഏവറേജ് സ്പീഡേ ഉണ്ടാവുള്ളൂ. സോറി, ഇതെന്ന് പറയണത് ഗ്യാസ് കയറി ഞാനൊന്ന് കഴിക്കാത്തതുകൊണ്ട്. ഇവിടെ ഇത് ഏകദേശം ഇന്ത്യൻ റുപ്പി ഒരു 1500 രൂപയോളം വരും തോന്നുന്നുണ്ട്. അതോ അതിൽ കൂടുതൽ വരുമോ എന്ന് എനിക്കറിയില്ല. 200 GB ആണ്. പക്ഷേ സ്പീഡ് ഉണ്ടാവും, ഫാസ്റ്റ് സ്പീഡ് എന്നുണ്ടോ. എനിക്ക് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് 7 days ആണ് വിസ കിട്ടുള്ളൂ. എമിഗ്രേഷനിൽ ഓൾറെഡി എൻ്റെ അടുത്ത് ചോദിച്ച് എന്താണ് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ കുറേ ചോദിച്ചു. അവർക്ക് ഞാൻ വർക്ക് ചെയ്യുമോ എന്നൊക്കെ എൻ്റെ സംശയം. എൻ്റെ ഡ്രസ്സ് കണ്ടിട്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ 6 years ആയി ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്ത്. അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് സംശയം എത്ര ദിവസം താമസിക്കും, റിട്ടേൺ ടിക്കറ്റ് എവിടെ. ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഇല്ല, ഞാൻ വേണമെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ മൾട്ടിപ്പിൾ എൻട്രി വിസ കാണിക്കാൻ ഞാൻ ബൈ റോഡാണ് പോകുന്നതൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായി അവർക്ക് ഇതൊന്നും ഏൽക്കണില്ലാന്ന്. അപ്പം തന്നെ ഞാൻ പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം കാണിച്ചു കൊടുത്തു തന്നെ ഓക്കെ സെറ്റ് പെർഫെക്റ്റ്. അപ്പം തന്നെ സീലടിച്ച്. ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ കാർഡ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇത് മേടിക്കട്ടെ. കുറേ നേരം അവിടെ തിരിഞ്ഞ് കളിച്ചതിന് ശേഷമാണ് എനിക്ക് വണ്ടി കിട്ടിയത്. 2 വട്ടം ക്യാൻസലൊക്കെ ആയിട്ട് വണ്ടി കാണാൻ പറ്റുന്നുണ്ടായില്ല, അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം കിട്ടി. ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ വേദന എടുക്കുന്നു, തലയും വേദന എടുക്കുന്നുണ്ട്. ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെയാണ് എനിക്കുള്ളത്. അപ്പോൾ അവസാനം യാൻഡെക്സ് കിട്ടി. യാൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സിയാണ്. യാൻഡെക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതാക്കാം. അപ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പി 1000 രൂപയാണ് വരുന്നത്. ഞാനപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയുന്ന കുറച്ച് മലയാളി പിള്ളേരുണ്ട് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ടാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് എംറ്റിയാണ് റോഡൊക്കെ. സമയം 4 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് എനിക്കെന്തോ കംഫർട്ടബിൾ അല്ലാത്തൊരു ഫീല്. ഈ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അപ്പം എനിക്ക് ഇനി ഊരി വെക്കാം. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഫുള്ളായിട്ട് നൂരാൻ, സമാധാനമായിട്ടിരിക്കാൻ. കാരണം കുറേ ഡ്രസ്സ് ഉള്ളിലിട്ടുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ഇവിടെ വെതർ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല വെതറാണ്. രാത്രിയൊക്കെ രാവിലെ നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഉസ്ബെക്കിസ്ഥാനിൽ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇവിടുത്തെ വെതർ കുറച്ചും കൂടെ കാമാണ്. ഞാനിവിടെ എത്തി സമയം 5:15 അപ്പോൾ ഇവിടെ ആകെ ഒരു മലയാളി ഉണ്ടായുള്ളൂ. അപ്പോൾ അവനാണെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി പോയിരിക്കുക. രാവിലെ സമയം എന്തായെന്ന് അറിയോ? കാണിച്ചു തരാം, വാച്ചിൽ കാണിച്ചു തരാം കേട്ടോ. 4:46. 4:46 അല്ലല്ലോ, സമയം എന്തോ തെറ്റാ കിടക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഫോൺ വാച്ചിൽ തെറ്റാ കിടക്കുന്നത്. 5 something ആയിട്ടുണ്ട്. വേറെ എവിടത്തോ സമയം കിടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു ഡോണർ കഴിക്കുന്നു. ഇത് മറ്റേ നമ്മുടെ ബട്ടർ മിൽക്കൊക്കെ പോലത്തെ യോഗട്ടായിട്ടുള്ളൊരു ഡ്രിങ്ക്, അത് കുടിക്കുന്നു. ഫുഡ് കഴിക്കണം, നല്ല വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വേണം കിടക്കാൻ. ഞാൻ ചെറുതാണ് പറഞ്ഞത്, ഇത്രയും വലുതാണല്ലോ, അത് ഭയങ്കര വലുതാണല്ലോ. ഇതിൽ 220 സംതിങ് ആണ് വരുന്നത്.
ഇന്ത്യൻ കറൻസിയായിട്ട് ഭയങ്കര സിമിലറാണ്. ഇതാണ് റൂം. ഇന്ന് ഇവിടെയാണ് ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇത് നോക്കണ്ട, ഇത് മൊത്തം ഞാൻ ഇട്ടിട്ട് വന്ന ഡ്രസ്സാണ്. ഇത്രയും ഡ്രസ്സ് മേത്തിട്ടിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓ ഇവിടെ ഇപ്പോൾ പകലായി കേട്ടോ. സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പകലായിട്ടുണ്ട്, കിടന്നുറങ്ങണം. നല്ല ചൂടാണ് രാവിലെയൊക്കെ. സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവലുണ്ട്. അപ്പോൾ എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. നല്ല ചൂടുണ്ട്. രാത്രി ഒരു 21 ഡിഗ്രി വരെ പോകുന്നുണ്ട്. 21, 20 ഡിഗ്രി, 19 ഡിഗ്രി ഒക്കെ ആവുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി രാവിലെ ആയിട്ട് അതിൻ്റെ ചൂടൊക്കെ തണുപ്പൊക്കെ മാറി ചൂടായി തുടങ്ങി. രാവിലെ എക്സ്ട്രീം ചൂടും രാത്രിയാകുമ്പോൾ സമാധാനമായിട്ട്. അപ്പോൾ ടെൻ്റ് അടിക്കാൻ നല്ല വെതറായിരിക്കും. ടെൻ്റ് അടിക്കണം എവിടെയെങ്കിലൊക്കെ. ഇന്ന് ട്രാവലിങ് തുടങ്ങണം ഉറങ്ങി എണീച്ചിട്ട്. ഇപ്പോൾ സമയം രാവിലെ ആയിട്ടുണ്ട്. 6:30 ആ ടൈം എന്തോ ആയി. ഞാൻ കിടന്നുറങ്ങട്ടെ. നല്ല എക്സ്ട്രീം ടയർഡ് എന്താ പറ്റിയെന്നറിയില്ല. നല്ല നല്ല ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഉറങ്ങണം. ചൂടായാലും ഉറങ്ങിയിട്ട് എണീച്ചിട്ട് വേണം അടുത്ത് തുടങ്ങാനായിട്ട്. ഈ 7 ദിവസം കൊണ്ട് ഞാൻ എന്തൊക്കെ കാണുമെന്ന് എനിക്കല്ല. നമുക്ക് ഈ കിർഗിസ്ഥാൻ്റെ വിസ കിട്ടാൻ ഭയങ്കര പാടായതുകൊണ്ട് ഇത് ഓൺ അറൈവൽ ഫ്രീ വിസയാണ്. കാനഡ വിസ, US വിസ, ഷെങ്കൻ വിസ ഒക്കെ ഉണ്ടെങ്കിൽ ഓൺ അറൈവൽ കിട്ടുന്ന. ഈ 7 days എന്ന് പറയുമ്പോൾ 6 days നമുക്ക് നിൽക്കാൻ പറ്റും. 6 days കൊണ്ട് എന്തൊക്കെ കാണുമെന്ന് എനിക്കില്ല. ഓരോ ട്രക്കിങ്ങിന് പോകണമെങ്കിൽ 6 ദിവസം വേണ്ടി വരും. ഞാൻ ഒരു അടിപൊളി ട്രക്കിങ് നോക്കി, അത് 32 കിലോമീറ്റർ 4 ദിവസം എടുക്കും. അതിന് മാത്രം, ആ ട്രക്കിങ്ങിന് മാത്രം 4 ദിവസം എടുക്കും. ഇനി ഫ്യൂച്ചറിൽ വീണ്ടും കിർഗിസ്ഥാൻ വലിയ വിസയൊക്കെ എടുത്തിട്ട് 3 months വിസയൊക്കെ എടുത്തിട്ട് വരണമെന്നുണ്ട്. കാരണം ഇവിടെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാറുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ടൈമിലാണ് ഏറ്റവും ബെറ്റർ. കാരണം ബാക്കിയുള്ള ടൈമിലൊക്കെ സ്നോ ആയിരിക്കും. ഈ ടൈമിലെന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ചൂടുള്ള ടൈമിൽ തന്നെ തണുപ്പായിരിക്കും. ലൈക്ക് കുറേ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക്. അറിയില്ല, ലെറ്റ്സ് സീ എന്താണെന്നൊന്നും അറിയില്ല. നാളെ തൊട്ട് നോക്കാം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ബാക്കി കാണാം എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.